നിങ്ങൾ തലയിൽ പുരട്ടുന്ന എണ്ണ, ഷാംപൂ, സീറം തുടങ്ങിയവയിലുള്ള ഔഷധങ്ങൾ മുടിയെയും ചർമ്മത്തെയും ബാക്ടീരിയ, ഫംഗസ് എന്നിവയിൽ നിന്നെല്ലാം സംരക്ഷിക്കുകയും രക്തചംക്രമണം കൂട്ടി മുടി പൊട്ടിപ്പോവുക, വരണ്ടുപോവുക, അറ്റം പിളരുക തുടങ്ങിയവയെ തടയുകയും ചെയ്യുന്നു. എന്നാൽ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായ പോഷകങ്ങൾ മുടിയുടെ വേരുകളിലെത്തിക്കാൻ ഇവയ്ക്കൊന്നും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കീടാണുക്കൾക്കും അപകടകരമായ മറ്റു പദാർത്ഥങ്ങൾക്കും അകത്തു കടക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ തൊലിപ്പുറം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മുടിയുടെ വേരുകൾ ഈ ചർമ്മത്തിനുള്ളിൽ വളരെ ആഴത്തിൽ ഹെയർ ഫോളിക്കിൾ അഥവാ രോമകൂപം എന്ന ചെറിയ ഘടനയ്ക്കുള്ളിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഉപയോഗിക്കുന്ന എണ്ണയിലും സിറത്തിലുമൊക്കെയുള്ള പോഷകങ്ങൾക്ക് ചർമ്മം കടന്ന് മുടിവേരിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ചർമ്മത്തിനടിയിലുള്ള ചെറിയ രക്തക്കുഴലുകൾ വഴിയാണ് രക്തം ഓക്സിജനും വിറ്റാമിനും മിനറലും പ്രോട്ടീനും എല്ലാം മുടിവേരുകളിലേക്ക് എത്തിക്കുന്നത്. രക്തത്തിൽ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഉണ്ടായിരിക്കുകയും അവ രക്തം വഴി തലയിലേക്ക് എത്തുകയും ചെയ്താൽ മാത്രമേ മുടി വളർച്ച കൂടുകയുള്ളൂ. മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന ഘടകമായ കെരാറ്റിൻ ഉൽപ്പാദിപ്പിക്കാനായി പ്രോട്ടീൻ, അയൺ, ബി വൈറ്റമിൻസ്, വൈറ്റമിൻ ഡി, സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇവയെല്ലാം ആവശ്യമാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇവയുടെ അളവ് കുറയുമ്പോഴാണ് മുടിപൊഴിച്ചൽ കൂടുന്നതും മുടി വളർച്ച നിൽക്കുന്നതും. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി പ്രോട്ടീനും ധാതുക്കളും നാരുകളെല്ലാം അടങ്ങിയ ഭക്ഷണം ശീലമാക്കിയാൽ മുടിയുടെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാം. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവ ശരിയായി ദഹിച്ചില്ലെങ്കിലും രക്തത്തിലേക്ക് പോഷകങ്ങൾ എത്തിച്ചേരില്ല. ശരിയായ ദഹനം ഉറപ്പിക്കാൻ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, നന്നായി ചവച്ചരച്ചു കഴിക്കുക, ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക, പ്രധാനമായും TV, ഫോൺ എന്നിവ നോക്കി ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം നല്ല രീതിയിൽ ദഹനം നടന്നില്ലെങ്കിൽ ദഹനശേഷം വരുന്ന മാലിന്യങ്ങൾ വയറ്റിൽ കെട്ടിക്കിടക്കുകയും രക്തത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. കൂടാതെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും എല്ലാം ധാരാളം വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരികയും രക്തത്തിൽ മാലിന്യങ്ങൾ ചേരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രക്തത്തിന്റെ കട്ടി കൂടുന്നതിനാൽ രക്തചംക്രമണം കുറയുന്നു. ഇതിനാൽ തലയിലേക്കുള്ള രക്തപ്രവാഹം കുറയുമെന്നതിനാൽ തലച്ചോറിന്റെ സംരക്ഷണത്തിനായി ചർമ്മത്തിലേക്ക് എത്തിച്ചേരേണ്ടിയിരുന്ന രക്തം കൂടി തലച്ചോറിലേക്ക് അയക്കപ്പെടുന്നു. ഇക്കാരണം കൊണ്ട് മുടിയുടെ വേരുകൾക്ക് ആവശ്യമായ പോഷണങ്ങൾ ലഭിക്കാതെ വരുന്നു. ഉറങ്ങുമ്പോഴാണ് ശരീരം അതിന്റെ കേടുപാടുകൾ നടത്തുന്നത്. ഉറക്കമില്ലായ്മ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുകയും തലയിലേക്കുള്ള രക്തപ്രവാഹം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ രക്തശുദ്ധീകരണം നടത്തുക, പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക, വയറിന്റെ ആരോഗ്യം നിലനിർത്തി ദഹനം ശക്തമാക്കുക, നന്നായി ഉറങ്ങുക, രക്തചംക്രമണം കൂട്ടുന്നതിനായി വ്യായാമവും നടത്തവും ശീലമാക്കുക, പ്രധാനമായും ധ്യാനം പരിശീലിച്ച് മനസ്സ് സമാധാനമായി വെക്കുക, നല്ല രീതിയിലുള്ള ശ്വസനം ഉറപ്പാക്കുക. ഇതെല്ലാം ചെയ്ത ശേഷം മാത്രമേ ഔഷധമൂല്യമുള്ള ഓയിലുകളുടെയും സീറത്തിന്റെയും എല്ലാം ഫലം നിങ്ങളുടെ മുടിക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ഇവയിലും വിഷാംശങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കണം. സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, സിലിക്കൺ ഫ്രീ ആയ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക.